is a native art form of Republic of Korea and is also an event in the Olympics. To justify and honor this recognition conferred to him, Mohanlal was very keen to undergo a preliminary basic training in Taekwondo. Respected delegates from the Republic of Korea, I am quite humbled to be here with you and indeed a great honor for having been nominated to confer upon me the honorary Black Belt title. Dear delegates, in the onset let me thank you for having considered me for this honorary award that I am very privileged to accept it. Thank you once again. അഭിനേതാവ് എന്ന നിലയിൽ നിരവധി ധന്യമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് സാധിച്ചു. അഭിമാനിക്കാനും സന്തോഷിക്കാനും നിരവധി അവസരങ്ങൾ ജീവിതത്തിലുണ്ടായി. ആദ്യം എൻ്റെ നാട് എനിക്ക് നൽകിയ സംസ്ഥാന അവാർഡുകൾ, ദേശീയ അവാർഡുകൾ, വെച്ച് ലഭിച്ച ഐഫ അവാർഡ്, കൂടാതെ 2001 പത്മശ്രീ ലഭിച്ചപ്പോഴും ഒരു പട്ടാളക്കാരനാവാൻ മോഹമുണ്ടായിരുന്ന സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ബഹുമാനിച്ചപ്പോഴും ഞാൻ അനുഭവിച്ച അതേ നിർവൃതിയോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ദേശീയ ആയോധന കലയായ തെയ്ക്വോണ്ടോയിന് ഓണററി ബ്ലാക്ക് ബെൽറ്റ് നൽകി എന്നെ ആദരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനമുണ്ട്. എന്റെ വിശ്വാസം, എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, എന്നിൽ അനുഗ്രഹം വർഷിക്കുന്ന എന്റെ ഗുരുക്കന്മാർ, അവരുടെ എല്ലാ പ്രാർത്ഥനകളും അവർ പകർന്നു തരുന്ന ഊർജ്ജവുമാണ് വീണ്ടും വീണ്ടും അംഗീകാരങ്ങൾ നേടാൻ എന്നെ പ്രാർത്ഥനാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിന്മയ്ക്ക് മേൽ നന്മ നേടുന്ന വിജയമാണ് ആയോധന കലയുടെ പ്രധാന ധർമ്മം. ലോകം എപ്പോഴും സമാധാനവും സന്തോഷവും സ്നേഹവും ആഗ്രഹിക്കുന്നു. നമ്മൾ അറിയുന്ന എല്ലാ ആയോധന കലകളും രൂപം കൊണ്ടതും നിലനിൽക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാകാം. 1971 മുതൽ 75 വരെ കൊറിയൻ തെക്വോണ്ടോ നാഷണൽ ചാമ്പ്യനും ഇപ്പോൾ US ഒളിമ്പിക് ടീം കോച്ചുമായ പാക് ഹ്വാനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ബ്രൂസ് ലീ, ജാക്കി ചാൻ, ജെറ്റ് ലീ, ഇവരുടെ എല്ലാം വേഗതയും മെയ്വഴക്കവും നാം സിനിമകളിലൂടെ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നേടിയതല്ല ഈ കഴിവുകൾ. അർപ്പണബോധവും നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുത്തതാണ്. മഹാഭ്യാസികളായ ഇവർ നൽകുന്ന പ്രചോദനമാകാം സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ ഡീപ്പില്ലാതെ പോലും അഭിനയിക്കാൻ എന്നെ കലകൾക്ക് പ്രാധാന്യം നൽകുന്ന നിരവധി ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. യോദ്ധ എന്ന ചിത്രത്തിൽ ആയോധന മുറകൾ അവതരിപ്പിക്കാൻ ഞാൻ പരിശീലനം നേടിയിട്ടുണ്ട്. ഇന്ന് പ്രചാരത്തിലുള്ള ആയോധന കലകൾ ഭൂരിഭാഗം രൂപം കൊണ്ടത് ചൈന, ജപ്പാൻ തുടങ്ങിയ പൂർവേഷ്യൻ രാജ്യങ്ങളിലായിരുന്നു. ആയോധന കലയുടെ മാതാവ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. സംസ്കാരത്തോടൊപ്പം മാനസിക ഉല്ലാസവും വളരെ ഉയർന്ന വ്യക്തിബോധവും നമുക്ക് നൽകുന്നു. ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട തത്വമാണ് ശ്രീ ത്രിശരണം. ബുദ്ധം ശരണം ഗച്ഛാമി, ഞാൻ അറിവിൽ അഭയം പ്രാപിക്കുന്നു. ധർമ്മം ശരണം ഗച്ഛാമി, ഞാൻ നന്മയിൽ അഭയം പ്രാപിക്കുന്നു. സംഘം ശരണം ഗച്ഛാമി, ഞാൻ ഒരുമയിൽ അഭയം പ്രാപിക്കുന്നു. അറിവിലും നന്മയിലും ഒരുമയിലും ഞാൻ നിലകൊള്ളുന്നു. ഈ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ആരോഗ്യം, ആയാസം, ആത്മരക്ഷ എന്നീ ഉപാധികൾക്കനുസൃതമായി കളരിപ്പയറ്റും പ്രവർത്തിക്കുന്നു. കൊറിയൻ പാരമ്പര്യത്തിൽ നിന്ന് രൂപം കൊണ്ട തെക്വോണ്ടോ എന്ന കായിക മുറ ശാരീരിക ശക്തി, വേഗത, മെയ്വഴക്കം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതിലുപരി ശാരീരികവും മാനസികവുമായി കരുത്താർജിക്കുന്നതിനും സഹായിക്കുന്നു. നിരന്തരമായ തെക്വോണ്ടോ പരിശീലനത്തിലൂടെ മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ശ്വാസ നിയന്ത്രണവും ശാന്തമായ മനസ്സും ആർജിച്ച് നമ്മുടെ പരമ്പരാഗത മുനിവര്യന്മാർ പറയാറുള്ളതുപോലെ മോക്ഷപ്രാപ്തിയിലെത്താൻ സഹായിക്കുന്നു. ആയോധന കലകൾ അഭ്യസിക്കുമ്പോൾ സ്വയം നമുക്ക് ധാരാളം നല്ല ഗുണങ്ങൾ ലഭ്യമാകുന്നതിനൊപ്പം സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കുവാനുള്ള മനോധർമ്മവും ഉണ്ടാകുന്നു. നന്മ നിറഞ്ഞ ഒരു സമൂഹം വാർത്തെടുക്കാൻ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ നമ്മുടെ കുട്ടികളെ പഠനത്തോടൊപ്പം ആയോധന കലകളിലും പ്രാവീണ്യം നേടാൻ നമ്മൾ അവസരമൊരുക്കി കൊടുക്കണം.
അത് അവർക്ക് മികച്ച ശാരീരിക ക്ഷമത ലഭ്യമാക്കുന്നതിനോടൊപ്പം മാനസിക സംഘർഷങ്ങളില്ലാത്ത സെൽഫ് റെസ്പെക്റ്റോടുകൂടി പ്രവർത്തിച്ച് മത്സരങ്ങൾ നിറഞ്ഞ ഈ ആധുനിക ലോകത്ത് മുൻപന്തിയിൽ എത്താൻ സഹായിക്കും. ആയോധന കലകൾക്ക് പ്രാധാന്യം നൽകുന്ന കുറേയേറെ ചിത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. തേക്വോണ്ടോ എന്ന കായികാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഈ അഭ്യാസത്തിലൂടെ ശാരീരികവും മാനസികവുമായി നമുക്ക് ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും സാധിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഈ ബഹുമതി എനിക്ക് നൽകിയ കേരള തേക്വോണ്ടോ അസോസിയേഷൻ ഭാരവാഹികൾക്കും കൊറിയൻ കൾച്ചർ സെന്റർ ഭാരവാഹികൾക്കും എന്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. സിനിമയിൽ എന്നെ പരിശീലിപ്പിച്ച സ്റ്റണ്ട് മാസ്റ്റേഴ്സിന്റെ പ്രയത്നങ്ങൾ വിസ്മരിക്കാനാവില്ല. ഈ അവസരത്തിൽ അവരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുകയാണ്. നന്ദി. നമ്മളെല്ലാം വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ സാധിച്ചതിനുള്ള സന്തോഷത്തോടുകൂടിയാണ് ശ്രീ മോഹൻലാലിന് സൗത്ത് കൊറിയയിൽ നിന്ന് ലഭിച്ച അംഗീകാരം അത് അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. ഒരു ബഹുമുഖ പ്രതിഭയാണ്. അഭിനയ രംഗത്തെ ചക്രവർത്തി. ഇന്ന് ഇന്ത്യൻ സൈന്യത്തിൽ പുതിയ തലമുറയ്ക്ക് ആവേശം പകർന്നുകൊണ്ട് അദ്ദേഹം ലഫ്റ്റനന്റ് കേണലായി അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ട് മാത്രമല്ല, അനേക ലക്ഷം ചെറുപ്പക്കാർ യുവാക്കളെ സൈനിക സേവനത്തിന് രാജ്യത്തോടുള്ള കടമ നിറവേറ്റി പ്രവർത്തിക്കുന്നതിനൊരു പ്രചോദനമായി അദ്ദേഹം മാറി. സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ്, ഇപ്പോൾ അദ്ദേഹത്തിന് ഓണററി ടൈക്കോണ്ടോ ബ്ലാക്ക് ബെൽറ്റ്, അത് ലഭിച്ചിട്ടുള്ള അംഗീകാരം നിശ്ചയമായി ശ്രീ മോഹൻലാൽ അർഹിക്കുന്ന അംഗീകാരമാണ്. രാഷ്ട്രം അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് രാജ്യത്തിന് പുറത്തു നിന്നുള്ള അംഗീകാരം ശ്രീ മോഹൻലാൽ, അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണ് ഇന്നും ഈ കേരളത്തിനും മലയാളികൾക്കും ഈ അഭിനയ രംഗത്തുള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് അദ്ദേഹം ഏതെല്ലാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ അവിടെല്ലാം അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേടി. നമ്മൾ ഇന്ന് തായ്ക്കൊണ്ടോ രംഗത്ത് നമ്മൾ അഭിമാനകരമായ നേട്ടമാണ് കേരളം നേടിയിട്ടുള്ളത്. ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നമ്മൾ മേൽക്കൈ നേടി. ഏഷ്യൻ ഗെയിംസിലും നമുക്കൊരു മെഡല് ലഭിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഒളിമ്പിക്സ് സ്വപ്നവുമായിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. മോഹൻലാലിന് ലഭിച്ച ഈ അംഗീകാരം നിശ്ചയമായും തായ്ക്കൊണ്ടോ രംഗത്ത് കേരളത്തിന് അന്തർദേശീയ അംഗീകാരം നേടുന്നതിന് പ്രചോദനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2016 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ രംഗത്തെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് പറയാനും ഞാൻ അവസരം വിനിയോഗിക്കുന്നു. നമസ്കാരം.